സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ അവിടെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ്. അവിടെ പ്രശ്നമാണ്, നിങ്ങളെ പ്രശ്നം അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് വീണ്ടും ഉന്നത യോഗം ചേരാൻ പോകുന്നു. ഈ പ്രതിഷേധമുണ്ടായ ഇംഫാൽ വെസ്റ്റ്, ഈസ്റ്റ് എന്നിവിടങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിശദാംശങ്ങളായിട്ടും ബൽറാമാണ് ചേരുന്നത്. വീണ്ടും ബൽറാം, ഈ മണിപ്പൂർ ഒരു വല്ലാത്ത പ്രശ്നമാണ്. അത് ആ പ്രശ്നം തുടങ്ങിയതിന് ശേഷം ഇതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ കനൽ കെട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഒരു ചെറിയ സമാധാനം പ്രതീക്ഷിക്കുമ്പോഴേക്കും വീണ്ടും അവിടെ റോക്കറ്റൊക്കെ വിട്ടു എന്നൊക്കെ കേൾക്കുന്നത്. ബൽറാം, ഈ ഒരു പ്രശ്നപരിഹാരം എങ്ങനെയാണ് സാധ്യമാവുക? അതിനുവേണ്ടിയുള്ള ആലോചനകൾ സീരിയസ് ആയി നടക്കുന്നുണ്ടോ ബൽറാം? ഹഷ്മി, നിഖിൽ, ഈ മണിപ്പൂരിലെ സംഘർഷം അതീവ രൂക്ഷമായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തര യോഗങ്ങൾ ചേർന്ന് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈ ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് മണിപ്പൂരിലെ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ 1.5 വർഷത്തോളമായി. അതിൽ ഏറ്റവും തീവ്രമായി വീണ്ടും ഈ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ 14 ദിവസത്തിനിടെ തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് സാധാരണക്കാരാണ് പലപ്പോഴും ആക്രമണത്തിന് ഇരയാകുന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര നീക്കങ്ങൾ ഇന്ന് നടക്കുകയാണ്. CRPFിൻ്റെ ഡയറക്ടർ ജനറൽ ഈ പ്രദേശം സന്ദർശിക്കുകയാണ്. അനൂപ് ദയാൽ ഇന്നലെ വൈകിട്ട് മണിപ്പൂരിലെത്തി കാര്യങ്ങൾ നേരിട്ട് തന്നെ അവലോകനം ചെയ്ത് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കും. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പകുതി വഴിയിൽ ഉപേക്ഷിച്ചാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങിയെത്തി അടിയന്തര ഉന്നതതല യോഗം വിളിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും അത്തരത്തിൽ മറ്റൊരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും സാഹചര്യങ്ങൾ അവലോകനം ചെയ്ത് കടുത്ത നടപടികളിലേക്ക് മണിപ്പൂരിലേക്ക് കടക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായി തന്നെ തുടരുന്നു. കുക്കി, മേത്തൈ വിഭാഗങ്ങൾ തമ്മിൽ പല ഇടങ്ങളിലും ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. സാധാരണക്കാരുടെ വീടുകളെ, കർഷകരെ ലക്ഷ്യം വെച്ച് റോക്കറ്റ് ആക്രമണങ്ങൾ, വെടിവെപ്പ് എന്നിവ തന്നെയാണ് സംസ്ഥാനത്ത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ 2 ദിവസം പിന്നിട്ടിരിക്കുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എങ്കിലും സംഘർഷങ്ങൾക്ക് അയവില്ല എന്ന് തന്നെയാണ്. ഇന്ന് ചേരുന്ന ഉന്നതതല യോഗങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഹഷ്മി, നിഖിൽ.